ഒരു മിനിറ്റ് തിന്നട്ടെ. നിങ്ങൾക്ക് ഈ സൗണ്ട് കേൾക്കുമ്പം എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടാ, തല്ലാൻ തോന്നുന്നുണ്ടാ, വെറുപ്പൊക്കെ തോന്നുന്നുണ്ടാ? ജോത്സനല്ല. ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മിസോഫോണിയാണ്. അപ്പം എന്താണ് മിസോഫോണിയ? മിസോ എന്ന് വെച്ചാൽ ദേഷ്യം, ഫോണിയ എന്ന് വെച്ചാൽ ശബ്ദം. നീട്ടി പറഞ്ഞാൽ ശബ്ദത്തിനോടുള്ള ദേഷ്യം. നിങ്ങളിൽ ചിലവർക്കെങ്കിലും ഇത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതൊരു ഡിസോർഡർ ആണ്, ആരും പേടിക്കേണ്ട, എനക്കും ഉണ്ട്. എല്ലാവർക്കും ഈ ചവക്കുന്ന ശബ്ദം തന്നെ ആവണമെന്നില്ല. ചിലവർക്ക് പെന്ന് ക്ലിക്ക് ചെയ്യുന്നതായിരിക്കും, ചിലവർക്ക് ഭയങ്കരമായിട്ട് ശ്വസിക്കുന്നതായിരിക്കും, ചിലവർക്ക് എന്താണ് കീബോർഡ് ടൈപ്പ് ചെയ്യുന്നതായിരിക്കും, ചിലവർക്ക് വെള്ളമോ അല്ലെങ്കിൽ ചായയോ വലിച്ചു കുടിക്കുന്നതായിരിക്കും, അത് ഇറക്കുന്നതായിരിക്കും, ക്ലോക്ക് ടിക്ക് ചെയ്യുന്നതായിരിക്കും, മറ്റു ചിലവർക്ക് തുപ്പുന്നതായിരിക്കും, പിന്നെ കൂർക്കം വലിക്കുന്നത്, ഏമ്പക്കം വിടുന്നത്, ഇതൊക്കെ ഇതിൽ പെടും. ചിലവർക്ക് ഇതിൽ ഒന്നിൽ കൂടുതൽ ഉണ്ടാവും, ചിലവർക്ക് ഒന്ന് മാത്രമേ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. ഈ ശബ്ദം തന്നെ നമുക്ക് റിപ്പീറ്റ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആടുന്ന് പോവാൻ തോന്നും. ഈ ശബ്ദം ഉണ്ടാക്കുന്ന ആളോട് വെറുപ്പും ദേഷ്യവും ഒക്കെ തോന്നും, തല്ലാൻ വരെ ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു സംഭവം ഉള്ളവരെ അടുത്ത് നിൽക്കുമ്പം ശ്രദ്ധിച്ചോ, ഫുഡൊക്കെ കഴിക്കുമ്പോൾ അവരെ അടുത്തിരിക്കുന്ന ടൈമിൽ ശ്രദ്ധിച്ചോ. ഈ തല്ലാൻ വരെ ചാൻസ് ഉണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, 2 ടൈപ്പ് ആൾക്കാരുണ്ട്. ചിലവർക്ക് ഈ ഒരു സൗണ്ട് കേൾക്കുന്ന ടൈമിൽ ഉണ്ടാവുന്ന അവരുടെ ഇമോഷൻസ്, അതായത് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, പക്ഷെ അവർ അതിനെങ്ങനെ റിയാക്ട് ചെയ്യും, അതായത് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്നാൽ രണ്ടാമത്തെ ടൈപ്പ് ആൾക്കാർക്ക് രണ്ടും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ദേഷ്യം ഉണ്ടാവും, ചിലപ്പോൾ അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യും. പിന്നെ ഇത് ഉണ്ടാവുന്ന സമയത്ത് നമ്മളെ ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടി BP ഒക്കെ കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ കൂടുതലും സ്ത്രീകളിലാണ് ഈ ഒരു സംഭവം കണ്ടുവരുന്നത്. 12 വയസ്സ് കഴിഞ്ഞവർക്ക് ആണ് ഇത് മെയിനായിട്ട് വരുന്നത്. വീട്ടുകാർ ഇതിനെ അഹങ്കാരം എന്ന് പറയും. ശരിക്കും ഇത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ, നമ്മളെ ജനറ്റിക്കൽ പരമായിട്ട് വരാം, അല്ലെങ്കിൽ ബ്രെയിൻ സ്ട്രക്ചറിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ കൊണ്ട് വരാം, അല്ലെങ്കിൽ OCD ഉള്ളവരാണെങ്കിൽ, അതായത് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ഉള്ളവരാണെങ്കിൽ അവർക്കും ഇത് കൂടെ ഒരു കൂട്ടുപോലെ വരാം. അപ്പം ആരും പേടിക്കൊന്നും വേണ്ട, ഇത് അത്ര വലിയ പേടിക്കാനുള്ള ഒരു കാര്യമൊന്നുമല്ല. ഭൂരിഭാഗം ആൾക്കാർക്കും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്, എനിക്കും ഉണ്ട്. ഇത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് തെറാപ്പീസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താ വഴിയെന്ന് വെച്ചാൽ,